രൂപമായിരുന്നു. ബി.ജെ.പിക്ക് ഇന്നോ വരെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബി.ജെ.പിക്ക് ഇവിടെ ഒരു കൊടി വരെ ഇല്ലാത്തൊരു വാർഡാണിത്. കാരണം അത്രയും ബി.ജെ.പി എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ഇവിടുന്ന് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ നേരത്തെയൊക്കെ പഠിച്ചേക്കണത്. ആ ഒരു ഇതാണ് നമുക്ക് കൊണ്ടുവരുന്നത് വെച്ചത്. ഇപ്പം നമുക്കൊരു ഇപ്പം നമ്മുടെ കുടുംബം പോണ ഒരവസ്ഥ വന്നപ്പോൾ സത്യത്തിൽ ഇപ്പം അവർ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? കുഞ്ഞു എന്നാണ് എൻ്റെ പേര്. ചേട്ടാ ഇപ്പോൾ ബി.ജെ.പിയിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ബി.ജെ.പിയിൽ മാത്രമല്ല, നമ്മൾ വിശ്വസിച്ചിരുന്ന വെച്ചാൽ 2 പാർട്ടികളുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം നമ്മളെ ഇവിടെ നിന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോവും. അവിടെ നിയമസഭയിൽ ചെല്ലുമ്പോൾ അത് മാറ്റി പറയും, ഞങ്ങളറിയില്ല എന്നൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ കണ്ടത് 150 പേരും കൂടി ഈ പ്രമേയം പാസ്സാക്കിയത്, ഞങ്ങൾക്കെതിരെ പാസ്സാക്കിയത്. അപ്പം ജനം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്? ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വെച്ചാണ്. നമ്മളിവിടെ ഈ ലോക്കൽ ഘടകത്തിലൊക്കെ ഞങ്ങളിവിടെ പ്രവർത്തിച്ചാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു 10 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ സജീവമായിരുന്നു. ബി.ജെ.പിക്ക് ഇന്നോ വരെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബി.ജെ.പിക്ക് ഇവിടെ ഒരു കൊടി വരെ ഇല്ലാത്തൊരു വാർഡാണിത്. കാരണം അത്രയും ബി.ജെ.പി എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ഇവിടുന്ന് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ നേരത്തെയൊക്കെ പഠിച്ചേക്കണത്. ആ ഒരു ഇതാണ് നമുക്ക് കൊണ്ടുവരുന്നത് വെച്ചത്. ഇപ്പം നമുക്കൊരു ഇപ്പം നമ്മുടെ കുടുംബം പോണ ഒരവസ്ഥ വന്നപ്പോൾ സത്യത്തിൽ ഇപ്പം അവർ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഗോവ പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ നിരവധി കേരളത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അവരെല്ലാവരും വർഷങ്ങളായിട്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത് ആ ഗോവയെല്ലാം ബി.ജെ.പിയാണ് ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ആളുകൾ, ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, ഇവർ നിരന്തരമായിട്ട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അടിസ്ഥാനപരമായിട്ട്? അയ്യോ, അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബില്ല് ഇങ്ങനെ വന്നേക്കണ്. ഇനിയിപ്പോൾ അടുത്ത ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ പിടിപ്പിച്ചത്. ചർച്ച് ബില്ല് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിസിൻ്റെ പള്ളികളിൽ കയറിയിട്ട് ബി.ജെ.പിക്കാരായിക്കോളും ഇറങ്ങണത്, നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടവരും, അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കലായിരുന്നല്ല. ഇപ്പോഴും ഈ ഭയത്തിൽ താമസിക്കുന്ന ആളുകൾ ഈ ഒരു നാട്ടിലുണ്ടോ? ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ മീഡിയകളൊക്കെ ഉപയോഗിക്കണ കാരണം നമുക്ക് ഈ ലോകമായിട്ട് നമുക്ക് അത്യാവശ്യം പരിചയങ്ങളുണ്ട്. പക്ഷേ ഈ മീഡിയകളുമായിട്ട് അല്ലാതെ ഈ നമുക്ക് എഴുത്തും വായനയൊക്കെ അറിയാത്ത കുറച്ച് കാരണന്മാരും അങ്ങനെയൊക്കെയാണ്. അവർക്ക് ഇപ്പോഴും ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞെത്തിച്ചു കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ അത് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. ഇനിയിപ്പോൾ സജീവമായിട്ട് ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്? ഇനി പ്രവർത്തിക്കും. കാരണം നമ്മുടെ ആപത്തിൽ നമ്മളെ സഹായിക്കണ ആരാണെന്ന് വെച്ചാൽ അതാണ് നമ്മളെ സ്നേഹിതൻ. അല്ലാതെ നമ്മളെ പകല് ചിരിച്ചു കാണിച്ചിട്ട് രാത്രി നമ്മളെ വെട്ടിക്കൊള്ളുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് അപ്പം ഞാൻ നമ്മളെ ആപത്തിൽ സഹായിച്ചത് ആരാണെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഉണ്ടാവും. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഇനി നിങ്ങളോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുക? സ്വാഭാവികമായിട്ടും നല്ല വൈരാഗ്യം ഉണ്ടാവും. അതിപ്പോൾ ഈ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതിനു മുമ്പുള്ള നാളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, എന്താണ് നമുക്ക് ഇനി വരാൻ പോണയൊക്കെ എന്നുള്ളത്. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പം ഇങ്ങനെ സാർ അങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോഴും കണ്ടിട്ടില്ല, ഈ മാധ്യമങ്ങൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കലും. ഇപ്പം ഇന്ന് 2 ഈ LDF UDF അദ്ദേഹത്തിന് നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഇനി വരാനുള്ളതൊക്കെ. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ CPMകാർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് വഖഫ് ബില്ലിനെ എതിർത്തു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നിങ്ങളുടെ MP നിങ്ങൾ വോട്ട് ചെയ്ത്, കഴിഞ്ഞ വട്ടം താങ്കൾ ഈ ഹൈബീഡിനെ വോട്ട് ചെയ്ത ആളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണോ? തീർച്ചയായിട്ടും ആൾക്ക് വോട്ട് ചെയ്തതാണ്. UDFന് വോട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം ഈ ബില്ലിനെതിരെ സംസാരിച്ചു. എന്താണ് ഈ ഹൈബീഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം ഈ നമ്മളുടെ ഈ എറണാകുളം ജില്ലയിലെ വോട്ട് മേടിച്ചാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഏതോ പാണക്കാട് നിന്ന് വോട്ട് ചെയ്തിട്ടാണ് പുള്ളി ജയിച്ചതെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പാണക്കാടുള്ള ആൾക്കാരെയാണ് പുള്ളിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്നുള്ള രീതിയിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എറണാകുളംകാരാണ് ഇത് ജയിപ്പിച്ച് വിട്ടേന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നാൽ പുള്ളിക്ക് ഭാവിയിലേക്ക് സുരക്ഷിതമായിരിക്കും. ഇനി സാധാരണ നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം, ഇദ്ദേഹത്തോട് ഏത് തരത്തിലായിരിക്കും ഇനി പെരുമാറുക? ഇനി നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആപത്തിൽ സഹായിക്കാത്ത ഈ ഒരു MP ആണ്. ഇത് നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ ചുറ്റോടുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുവനും ഈ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ അമെൻമെൻറ്റ് വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീർത്തത് ഹൈബി തന്നെയാണ്. ഇപ്പോൾ ഈ അത്രയും നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇനി എന്തെന്നാണ് ചെയ്യേണ്ടത്? ഇത് പൂർണ്ണമായി പുള്ളിനെ തള്ളിക്കളയും ഇനി ഇവിടെ നിന്നും. ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകണം. കാരണം എന്തായാലും അത് ഞങ്ങളെ നാടിനെ ലക്ഷ്യമെടുത്തിട്ട് ഈ ബി.ജെ.പി സർക്കാരാണ്. അത് ഞങ്ങൾ സമരം തുടങ്ങി ഞങ്ങൾക്ക് മറ്റാരില്ലാണ്ട് ഞങ്ങൾ അടുത്തേക്ക് വന്നത് ഈ ബി.ജെ.പിക്കാരാണ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നത്.
ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങളെ ഗ്രാമം മുഴുവൻ ഞങ്ങൾ BJP-യിലേക്ക്. പേരെന്തായിരുന്നു? എന്റെ പേര് ജോയ്. ചേട്ടനൊരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന ആളല്ലേ? അപ്പൊ നിരന്തരമായിട്ട് കോൺഗ്രസിന്റെയും LDF-ന്റെ ആളുകളൊക്കെ BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്താറില്ലേ പൂർണ്ണമായിട്ടും? അത് വെറും തെറ്റായിരുന്നല്ലേ? അത് അവരടിച്ചിറക്കിയാൽ പോലും എന്താണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതിന് അതുകൊണ്ട് ഒരു വർഗീയ പാർട്ടി ആവും. ഞാൻ ഇത്ര നാൾ എൻ്റെ ഒരു പ്രസ്ഥാനം, എനിക്കൊരു എൻ്റെ നാട്ടിലുള്ള പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടുകൊണ്ടാണ് ഞാനിപ്പോ ഈ നാടിന് വേണ്ടിയുള്ളതിൽ ഞാനിപ്പോ BJP-യിലേക്ക് വന്നിരിക്കുന്നത്. ചേട്ടാ പേരെന്തായിരുന്നു? ആന്റണി. ചേട്ടാ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകണോ? അതെ, പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങളെ ഇപ്പൊ സഹായിക്കാനുള്ളത് BJP ആണ്. നരേന്ദ്രമോദി സർക്കാരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്. അതിന്റെ മൂലം ഞങ്ങൾ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു. കുടുംബസമേതമാണോ വരുന്നത്? ഇല്ല, ഇപ്പൊ ഞാൻ തൽക്കാലം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞങ്ങൾ കുടുംബസമേതമായിട്ടായിരിക്കും. എന്താണ് ഈ മുനമ്പം വിഷയത്തിൽ BJP-യുടെ നിലപാട്? കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ BJP-യിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഞങ്ങളെ മറ്റുള്ള രണ്ട് കൂട്ടക്കാരും ചവിട്ടിത്താത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങായി വന്നത് BJP ആണ്. അതുപോലെ അതിന്റെ നന്ദിയുടെ ഉപകാരമായി ഞങ്ങൾ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു. മരണം വരെയും BJP-യിൽ തുടരുന്നതായിരിക്കും ഉറപ്പായിട്ടും. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ ഒരു കുഞ്ഞുവനെന്ന്. ചേട്ടൻ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകണം? എടുക്കാൻ പോയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപത്ത് കാലത്ത് നമ്മളെ സഹായിച്ചത് BJP ആണ്. നമ്മുടെ കൂടെ നമ്മള് വോട്ട് ചെയ്ത് പിറ്റേ ആൾക്കാരൊക്കെ വേറെയാണ്. അവര് നമ്മളെ പുറത്തു നിന്ന് തിരിഞ്ഞു കുത്തി നമ്മളെ കടപ്പാടം കളയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചവര്. ഇത്രയും കാലം ഏത് പാർട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മ കോൺഗ്രസ് പാർട്ടിയിലാണ് നമ്മ വിശ്വസിച്ചിരുന്നത്. അവരാണ് നമ്മളിപ്പോ തിരിഞ്ഞു കുത്തിയത്. ആദ്യമായിട്ടാണ് ഈ താമര ചിഹ്നമുള്ള കൊടി കയ്യിൽ പിടിക്കുന്നത്? ആദ്യമായിട്ടാണ് പിടിച്ചത് കളിക്കുന്നത്. അഭിമാനമുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ആയിരിക്കാൻ നമ്മളെ രക്ഷിച്ച ആൾക്കാരെ കൊടി പിടിക്കാൻ നമ്മ അഭിമാനം മാത്രമേ ഉള്ളതിന്. പ്രവർത്തിക്കും തീർച്ചയായിട്ടും. ഇല്ല. ചേട്ടാ നമസ്കാരം. എന്റെ പേര് ആന്റണി. BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തോ? എടുക്കാൻ പോണ്. കാരണം എന്താണ്? കാരണം ഞങ്ങൾക്ക് നിയമത്തില് ഒരു എന്താണ് ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷമാണ്. കാരണം ഞങ്ങളെ ഈ കോൺഗ്രസിന് ഞാൻ ആദ്യം വോട്ട് ചെയ്തത് വെച്ചാണ്. ഇപ്പൊ നിർത്തി. ഞാൻ BJP-ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്ത്. ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായിട്ടും BJP-ക്ക് അനുകൂലമായോ? അനുകൂലമാണെന്ന് വെച്ചാൽ അനുകൂലമാണ്. പ്രധാന കാരണം എന്താ? പ്രധാന കാരണം വെച്ചാൽ ഞങ്ങൾ 10-15 ദിവസം കടലിൽ പോയി കടന്നു വരുമ്പോ ഞങ്ങൾക്ക് വീട്ടിൽ വരുമ്പോ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ ഇറക്കി വിടും. ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താനെ? BJP ആയിരുന്നു ആകെ ആശ്രയം. അതെ, BJP തന്നെ ആശ്രയം. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മുനമ്പം സന്ദർശിക്കുകയാണ്. മുനമ്പത്തെ സമരപ്പന്തലിൽ അദ്ദേഹം എത്തുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായിട്ട് നിരവധി ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അദ്ദേഹം മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വേണം ഇതിനെ കാണാനായിട്ട്. കാരണം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പുതുതായി ചുമതലയേറ്റതിന് ശേഷം ചരിത്രപരമായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടേക്ക് പറ്റില്ല.